ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. തെക്കുംകര പഞ്ചായത്തിലെ 17-ാം വാർഡിൽപ്പെട്ട കല്ലമ്പാറ പ്ലാനി റോഡിലെ കടുത്ത വെള്ളക്കെട്ടും റോഡിന്റെ ശോചനീയാവസ്ഥയും ഉടൻ പരിഹരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. റോഡിലെ ദുരിതാവസ്ഥ നേരിട്ട് മനസ്സിലാക്കാൻ ഭാരവാഹികൾ സ്ഥലം സന്ദർശിച്ചു. ഏറെക്കാലമായി തുടരുന്ന വെള്ളക്കെട്ട് മൂലം പ്രദേശത്തെ ജനവാസ മേഖല വലിയ ദുരിതത്തിലാണ്. കനാലിനോട് ചേർന്ന് കിടക്കുന്ന ഈ റോഡിൽ മഴവെള്ളം മാത്രമല്ല, കനാലിൽ വെള്ളം തുറന്നു വിടുമ്പോഴും ഇതേ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടാറുണ്ട്. ഇതു സംബന്ധിച്ച് പലതവണ പരാതികൾ നൽകിയിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കല്ലമ്പാറ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ദിവസേന ഈ മലിനജലത്തിലൂടെ നടന്നാണ് പോകുന്നത്. ഇത് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാൻ ഇടയാക്കുമെന്ന ആശങ്കയും പ്രദേശവാസികൾ പങ്കുവച്ചു. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ തെക്കുംകര പഞ്ചായത്തിലെ 17-ാം വാർഡിലെ പ്ലാനി റോഡ് കല്ലമ്പാറ സ്കൂളിലേക്ക് പോകുന്ന ഒരുപാട് ജനവാസ മേഖലയായ ആളുകൾ താമസിക്കുന്ന ഒരു പഞ്ചായത്ത് റോഡിന്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നത്. തെക്കുംകര പഞ്ചായത്തിന്റെ കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനം മൂലമാണ് ഇത്തരം ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവുന്നത്. ഏറെ കുട്ടികൾ പോകുന്ന ഒരു നടവഴിയും അതേപോലെ തന്നെ വീടുകളുടെ മുന്നിൽ ഈ കെട്ടി നിൽക്കുന്ന വെള്ളവും ഒന്ന് നല്ലൊരു ചാലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നിർമ്മിച്ചുകൊണ്ട് ഈ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണം ഇവിടുത്തെ ഈ വാർഡിലെ എന്ത് കാര്യത്താലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പഞ്ചായത്ത് അധികൃതരും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളും എത്രയും വേഗം ഇതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ തന്നെ ഉന്നത അധികാരികൾക്ക് നമ്മൾ ഇതിന്റെ പേര് പരാതി നമ്മൾ നൽകും. എത്രയും വേഗം ഇത്തരം റോഡുകളുടെ ശോചനീയാവസ്ഥ മാറ്റി വഴിയിൽ നടക്കുന്ന ഈ വഴിയിൽ നിന്നും ഇത്തരം വെള്ളക്കെട്ടുകൾ നീക്കുന്നതിന് ഉന്നത അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അഡ്വക്കേറ്റ് അബ്ദുൾ മുനീർ, ഫാത്തിമ റമീസ് എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നേതാക്കളും പ്രതിഷേധിച്ചു. റോഡ് നിർമ്മാണവും വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ശാശ്വത പരിഹാരവും ഉടൻ നടപ്പാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. You are watching VCV News.